പ്രിയ വിഷയം പ്രതി ചെയ്തിടും പ്രയത്നം നിയതവുമങ്ങനെ തന്നെ നിൽക്കയാലേ പ്രിയമജമവ്യയം അപ്രമേയം ഏകാദ്വയം ഇതുതാൻ സുഖമാർന്നു നിന്നിടുന്നു. വ്യയമണയാതെ വെളിക്കുവേല ചെയ്യും നിയമമിരിപ്പതുകൊണ്ട് നിത്യമാകും പ്രിയം. അകമേ പിരിയാതെയുണ്ട് ഇതിന് ഈ ക്രിയ ഒരു കേവല ബാഹ്യലിംഗമാകും. വളരെ മിസ്റ്റിക്കലായിട്ടും അതിശയോക്തിയോടുകൂടിയും നമ്മൾ ഏതെങ്കിലും ഒരു വീക്ഷണകോണിൽ ഉറച്ചു നിന്നിരുന്ന നമ്മുടെ ഉറപ്പുകളെല്ലാം ഒന്ന് ഇളകി വീഴും. അങ്ങനെ ഉറപ്പിച്ച് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലിരിക്കുന്ന ഒന്നല്ല ജീവിതമെന്നും, എന്നാൽ ഏതൊക്കെ വീക്ഷണകോണുകളിലൂടെ ജീവിതത്തെ മനുഷ്യർ പറഞ്ഞിട്ടുണ്ടോ അത് ശാസ്ത്രത്തിൻ്റെ ഭാഷയിലാവാം, യുക്തിയുടെ ഭാഷയിലാവാം, മിസ്റ്റിസിസത്തിൻ്റെ ഭാഷയിലാവാം, തത്വചിന്തയുടെ ഭാഷയിലാവാം, സാഹിത്യത്തിൻ്റെ ഭാഷയിലാവാം, കലയുടെ സംഗീതത്തിൻ്റെ ഏത് ഭാഷയിലുമാവാം, ഭക്തിയുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ, അങ്ങനെ വ്യത്യസ്തമായ ഭാഷയിൽ മനുഷ്യർ ഈ പ്രപഞ്ചത്തിൻ്റെ താളവുമായി പരസ്പരപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ കാലത്തും രൂപപ്പെട്ടു വന്ന മൂല്യങ്ങൾ പിന്നീട് വന്ന കാലങ്ങളിൽ പരിവർത്തന വിധേയമായിട്ടുണ്ട്. ചിലതൊക്കെ അങ്ങനെ തന്നെ തുടരുന്നുമുണ്ട്. എല്ലാ അറിവിൻ്റെ ധാരകളെയും അതിൽ നിന്ന് കൊള്ളാവുന്നതിനെ സ്വീകരിച്ച് അല്ലാത്തതിനെ മുഴുവൻ മാറ്റിവെച്ച് വളരെ സാധാരണത്വം നിറഞ്ഞ ഒരു ബോധത്തോടെ മുൻപോട്ട് നടക്കാനുള്ള ഒരു ഊർജം ആത്മോപദേശ ശതകം നമുക്ക് പകർന്നു തരേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നമുക്ക് കൊടുക്കുന്ന അമിതമായ പ്രാധാന്യം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അമിതമായ പ്രാധാന്യം, നമ്മൾ നമുക്കോ മറ്റുള്ളവർക്കോ ഒന്നിനും, ആശയത്തിനോ ഒന്നിനും അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടതില്ല എന്ന് നമുക്ക് മനസ്സിലാവും. എന്തിനെങ്കിലും അമിതമായ പ്രാധാന്യം കൊടുത്താൽ അത് നമ്മുടെ തലയിലൊരു ഭാരമായിട്ടിരിക്കുകയുള്ളൂ എന്നും, അത് സ്നേഹമായാലും വ്യക്തികളായാലും ആശയങ്ങളായാലും എന്തായാലും എല്ലാറ്റിനെയും മാനിക്കണം, എല്ലാറ്റിനെയും ചേർത്ത് പിടിക്കണം, എല്ലാറ്റിനോടും ചേർന്ന് നിൽക്കണം. പക്ഷെ ഒന്നിനും അമിതമായ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. ജനിച്ചു എന്ന ഒരു ഫീൽ നമുക്കുണ്ട്, മരിച്ചു പോകും എന്ന ഒരു ഫീൽ നമുക്കുണ്ട്. അത് സത്യമാണോ അല്ലയോ എന്നൊക്കെ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ നമ്മൾ ആത്മോപദേശ ശതകത്തിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര ശ്രമിച്ചാലും നമ്മെപ്പോലെയുള്ള മനുഷ്യർക്ക് ജനിക്കുക, നിലനിൽക്കുക, മരിക്കുക എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു യാഥാർത്ഥ്യമാർന്ന ഒരു ജീവിതം നമ്മുടെ മുൻപിലുണ്ട്. വളരെ കുറച്ച് നാളാണ് അതുള്ളത് നമ്മുടെ അറിവിൽ. ആ കുറച്ചു നാൾ നമ്മൾ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സമാധാനത്തിൻ്റെ വഴി അനായാസമായി സഞ്ചരിക്കാവുന്ന, അതിശയോക്തികളൊന്നുമില്ലാത്ത സാധാരണത്വത്തിലാണ് എന്നാണ് ശരിക്കും നമുക്ക് ബോധ്യമാവേണ്ടത്. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക്
ഒരു 10,000 ആണ്ട് ഒരല്പനേരം എന്ന് പറയുമ്പോൾ കണ്ണ് വിഴിച്ചു പോകേണ്ട കാര്യമില്ല. ശരിക്കും സമയം പോകുന്നതറിയാതെ നമ്മൾ ഇരുന്നു പോയിട്ടുള്ള നിമിഷങ്ങളെ ഓർത്താൽ മതി. സമയം പോകുന്നതറിയാതെ ഇരുന്നു കൊടുത്തിട്ടുള്ള നിമിഷങ്ങളിലൊന്നും ഒരു അതിശയോക്തിയും നമ്മൾ അനുഭവിച്ചിട്ടില്ല. നമ്മൾ വളരെ അയഞ്ഞ് തണിഞ്ഞ് വളരെ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഒരു കാറ്റ് പോലെ ഇരുന്നിട്ടേ ഉള്ളൂ. അത് ഒരു ഒരു ആഴമാർന്ന ഒരു സാധാരണത്വത്തെയാണ് നമ്മെ അനുഭവിപ്പിച്ചിട്ടുള്ളത്. അവിടെ നമ്മളൊരു സംഭവമാണ് എന്നോ നമ്മളിൽ എന്തോ ഒരു ഭയങ്കരമായ അറിവ് വന്ന് നിറഞ്ഞു എന്നോ ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല. ഒരു കൂൾ ഫീൽ. അങ്ങനെ ഒരു മനോഭാവം നമുക്ക് ജീവിതത്തിനോട് തോന്നി തുടങ്ങുന്നുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും തോന്നി തുടങ്ങുന്നുണ്ടെങ്കിൽ, ആത്മോപദേശ ശതകത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു തുടങ്ങി എന്ന് പറയാം. അറിഞ്ഞു തുടങ്ങി എന്നല്ല, പ്രവേശിച്ചു തുടങ്ങി എന്ന് പറയാം. ശാസ്ത്രത്തിൻ്റെ ആധുനികമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള കണ്ടെത്തലുകളെയും മിസ്റ്റിസിസത്തിൻ്റെ ആനുഭൂതികമായ കാവ്യാത്മകമായ ആവിഷ്കാരങ്ങളെയും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരിടമുണ്ട്. ആ ഇടത്തിലാണ് ആത്മോപദേശ ശതകം പോലെയുള്ള കൃതികളൊക്കെ പ്രസക്തമായി തീരുന്നത്. അത് എന്തിനെയെങ്കിലും തള്ളുകയോ എന്തിനെയെങ്കിലും കൊള്ളുകയോ അല്ല ചെയ്യുന്നത്. ജീവിതത്തെ മനസ്സിലാക്കാൻ മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ടൂളുകളെയും അവനവൻ്റെ അന്നന്നത്തെ ദിവസത്തെ സാമൂഹികമായിട്ടുള്ള എല്ലാ സർവ്വജീവജാലങ്ങളുടെയും ജീവിതത്തെ സുഗമമാക്കാൻ, സമാധാനപൂർണമാക്കാൻ ഉപയോഗിക്കുക. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഈ മതം ഏകം എന്ന് വളരെ ശാന്തമായ സ്വരത്തിൽ ഗുരു പറയുന്ന ആ ഒരു ദർശനത്തിലേക്ക് സമാധാനത്തോടെ ഒഴുകിയെത്താൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എത്തണമെന്ന ഒരു സ്നേഹം നമുക്ക് നമ്മളോട് തോന്നുന്നുണ്ടെങ്കിൽ, ആത്മോപദേശ ശതകവും നാരായണ ഗുരുവുമൊക്കെ പറയാൻ ശ്രമിക്കുന്നതിൻ്റെ രുചി നമ്മൾ നുണഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. നമുക്കൊരുപാട് ഒരു ജീവിതമുണ്ട്. ആ ജീവിതം കഴിയുന്നത്ര സമാധാനത്തോടെ ജീവിക്കണം. വെട്ടിപ്പിടിക്കാനൊന്നുമില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രയത്നത്തെയും നമ്മൾ എടുത്തു നോക്കിയാൽ, രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള നമ്മളുടെ ഓരോ ചിന്തയെയും, ഓരോ വാക്കിനെയും, ഓരോ കർമ്മത്തെയും നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് സ്വസ്ഥതയുണ്ടാവാനുള്ള വഴികളാണ്. നമ്മുടെ എല്ലാ പ്രയത്നത്തിനു പിന്നിലുമുള്ളത് സമാധാനമുണ്ടാവാനുള്ള തേടലുകളാണ്, ആരായലുകളാണ്. അത് രാവിലെ എണീറ്റ് കുളിക്കുന്നതായാലും, പല്ല് തേക്കുന്നതായാലും, വസ്ത്രം മാറുന്നതായാലും, മേക്കപ്പ് ചെയ്യുന്നതായാലും, ജോലിക്ക് പോകുന്നതായാലും, ഭക്ഷണം കഴിക്കുന്നതായാലും, ശാസ്ത്രത്തിൻ്റെയോ സാഹിത്യത്തിൻ്റെയോ കലയുടെയോ മിസ്റ്റിസിസത്തിൻ്റെയോ ഏത് ലോകത്തിലൂടെ സഞ്ചരിക്കുന്നതായാലും, നാം നടത്തുന്ന എല്ലാ പ്രയത്നങ്ങളും ശാരീരികമായിട്ടുള്ള, മാനസികമായിട്ടുള്ള, ബുദ്ധിപരമായിട്ടുള്ള, ആത്മീയം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ സൂക്ഷ്മമായ നമ്മളുടെ സ്വത്വത്തെ സ്പർശിക്കുന്ന തരത്തിൽ നടത്തുന്ന എല്ലാ പ്രയത്നങ്ങളും ലക്ഷ്യം വയ്ക്കുന്നത് സ്വസ്ഥതയെയാണ്, ആനന്ദത്തെയാണ്, സമാധാനത്തെയാണ്. നമ്മൾ ജനിച്ചു വീണ സമയം മുതൽ ഒരു കുഞ്ഞു വാവിട്ട് കരയുന്നത്, അതിന് ശ്വാസം കിട്ടാതെ
അത് വാവിട്ട് കരഞ്ഞ് തൻ്റെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ തുറന്നു വെക്കുന്നത് ഉള്ളിലുള്ള ഒരു തടസ്സം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരീരത്തിൽ അനുഭവിക്കുന്ന തടസ്സങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ കരച്ചിൽ. അപ്പോൾ ഏതൊക്കെയോ തരത്തിൽ ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും തടസ്സങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ആ തടസ്സങ്ങളെ മാറ്റിക്കിട്ടണം. അപ്പോൾ തടസ്സം അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളതായിരിക്കുന്ന ഒരു ആനന്ദം, ഒരു സമാധാനം ഇരിപ്പുണ്ട്. ആ സമാധാനത്തിന് തടസ്സമായി വരുന്നു എന്നതുകൊണ്ടാണ്. ഇപ്പം ഡിസീസ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഡിസീസ് എന്ന് പറയുന്നൊരു വാക്ക് ഈസിനെസ് നഷ്ടപ്പെടുന്ന അവസ്ഥ എന്നാണ്. എപ്പോഴാണ് നമുക്ക് ഈസിനെസ് ഇല്ലാതെയാവുന്നത്, അതിനെയാണ് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഈസിനെസ് ആണ് നമ്മൾ എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഡിസീസ് നമുക്ക് സഹിക്കാൻ കഴിയാത്തത്. അപ്പോൾ ഈസ് ആയിരിക്കുക, അറ്റ് ഈസ് എന്ന് പറയുന്ന തരത്തിൽ ശരീരവും മനസ്സും ബുദ്ധിയുമൊക്കെ സമാധാനത്തിൽ, പ്രിയത്തിൽ, ആനന്ദത്തിൽ ആയിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവികമായ ഒരു സ്ഥിതിവിശേഷമായിരിക്കണം. അതുകൊണ്ടാണ് അതിന് തടസ്സമായി വരുന്ന എന്തും ഇല്ലാതെയാക്കാൻ നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയതല്ലാത്ത, നമ്മളിൽ ഉള്ള, എപ്പോഴെങ്കിലും ജനിച്ചിട്ടുള്ളതല്ല, നമ്മളോടൊപ്പമുള്ള, എന്നെന്നും തുടരുന്ന, ഉണ്ടാകുകയോ നിലനിൽക്കുകയോ ഇല്ലാതെയാവുകയോ ചെയ്യാത്ത ഒരു പ്രിയം, ഒരു സമാധാനം, ഒരു ആനന്ദം നമ്മുടെ ജീവനിലുണ്ട്. അതിന് തടസ്സമായി എന്തൊക്കെ അകത്തു നിന്നും പുറത്തു നിന്നും വരുന്നുവോ അതിനെ നമ്മൾ പേരിട്ട് വിളിക്കുന്നത് ഡിസീസ് എന്നാണ്. എനിക്കൊന്ന് സുഖമില്ല. അത് ശാരീരികമായാലും മാനസികമായാലും ബുദ്ധിപരമായാലും ഡിസീസ്, എൻ്റെ ഈസിനെസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ഈസിനെസ് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കണം. സമാധാനത്തിലായിരിക്കുന്ന സമയത്ത് നമ്മളൊന്നും അന്വേഷിക്കുന്നില്ല. സമാധാനത്തിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ അന്വേഷണം എന്ന് പറയുന്നത് ആ സമാധാനത്തെ എങ്ങനെ മുറിയാതെ നിലനിർത്താം എന്നുള്ളതാണ്. നമ്മൾ പണത്തിൻ്റെയും പ്രശസ്തിയുടെയും അധികാരത്തിൻ്റെയും ഒക്കെ പിന്നാലെ പായുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഒന്ന് സമാധാനം കിട്ടാൻ വേണ്ടി, മറ്റൊന്ന് സമാധാനം നിലനിർത്താൻ വേണ്ടി. ഒന്ന് നമുക്ക് ഇതൊക്കെ കിട്ടിയാൽ നമ്മുടെ സമാധാനം നിലനിൽക്കും എന്നുള്ളത് കൊണ്ടാണ്. കുറേ പണമുണ്ടാക്കിയാൽ, പ്രശസ്തരായാൽ, അധികാര സ്ഥാനങ്ങളിലെത്തിയാൽ എൻ്റെ ജീവിതം സുഗമമായി തീരും, സമാധാനമുള്ളതായി തീരും, സ്വസ്ഥത ഉള്ളതായി തീരും എന്ന് 100% ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ അതിന് ശ്രമിക്കുന്നത്. അപ്പോൾ തേടുന്നത് ആനന്ദത്തെ തന്നെയാണ്. നമ്മൾ മൗനമായിരിക്കുന്നത്, പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്, നല്ല സുഹൃത്തുക്കളെ തേടുന്നത്, വിവാഹം കഴിക്കുന്നത്, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്, നല്ല ചിന്തകൾ പങ്കുവെക്കുന്നത്, അറിവ് തേടുന്നത്, എല്ലാം നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ എവിടെയോ ഉള്ളിൽ എപ്പോഴോ നിരന്തരമായിട്ട് ഉള്ള ഒരു പ്രിയത്തെ, ഒരു സമാധാനത്തെ നിലനിർത്താനും കണ്ടെത്താനും വേണ്ടിയുള്ള ശ്രമമാണ്. സത്യത്തിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ല, നിലനിർത്താനുള്ള ശ്രമമാണ്. ഉള്ളത് നഷ്ടപ്പെടുന്നതിനെയാണ് അസ്വസ്ഥത എന്ന് പറയുന്നത്. ഉള്ളതിന് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സം വന്ന് ഭവിക്കുമ്പോഴാണ് നമ്മൾ ഡിസീസിൽ ആയി പോകുന്നത്. അപ്പൊ നിരന്തരമായി നമ്മളിൽ തുടരുന്ന, ഏതെങ്കിലും പ്രത്യേക സമയത്ത് തുടങ്ങിയിട്ടുള്ളതല്ലാത്ത, എപ്പോഴും അവിടെയുള്ള, എപ്പോഴെങ്കിലും ഉണ്ടാവുകയോ ഇല്ലാതാവുകയോ ഒന്നും ചെയ്യാത്ത ഒരു പ്രിയം നമ്മളുടെ അകമേ ഇരുന്ന് നിരന്തരമായ പ്രയത്നത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ പ്രയത്നവും ആ പ്രിയത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കാര്യമാണ് ഗുരു അടുത്ത ശ്ലോകത്തിൽ, 2 ശ്ലോകത്തിൽ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. പ്രിയ വിഷയം പ്രതി ചെയ്തിടും പ്രയത്നം
നിയതവുമങ്ങനെ തന്നെ നിൽക്കയാലേ പ്രിയമചം അവ്യയം അപ്രമേയം ഏകാദ്വയം ഇതു താൻ സുഖമാർന്നു നിന്നിടുന്നു. വ്യയമണയാതെ വെളിക്കുവേല ചെയ്യും നിയമമിരിപ്പതുകൊണ്ട് നിത്യമാകും പ്രിയം. അകമേ പിരിയാതെയുണ്ട് ഇതിന്നീ ക്രിയയൊരു കേവല ബാഹ്യലിംഗമാകും. പ്രിയ വിഷയം പ്രതി ചെയ്തിടും പ്രയത്നം. നമുക്ക് പ്രിയം തോന്നുന്ന വിഷയങ്ങളുടെ പിന്നാലെ നിരന്തരമായി പാഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രയത്നം നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെയും നമ്മളുടെ മനസ്സിലൂടെയും നമ്മളുടെ ബുദ്ധിയിലൂടെയും നമ്മൾ നിരന്തരം പ്രിയ വിഷയങ്ങൾക്ക് പിന്നാലെ പാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം പ്രിയ വിഷയങ്ങൾക്ക് പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ തെറ്റാണോ? ഒരിക്കലും തെറ്റാണോ ശരിയാണോ എന്നൊന്നുമല്ല ഗുരു പറയാൻ ശ്രമിക്കുന്നത്. ഗുരുവിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. എന്തെങ്കിലും ഒന്ന് തെറ്റാണോ ശരിയാണോ എന്ന് പറയാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് വസ്തുതകളെ കുറച്ചുകൂടി സ്ഥൂലമായും സൂക്ഷ്മമായും നോക്കി കാണാൻ ശ്രമിക്കുകയാണ്. വളരെ സൂക്ഷ്മതയിലേക്ക് പോകുന്നവർ സ്ഥൂലത്തെ അവഗണിക്കുകയോ മറന്നു പോവുകയോ ചെയ്യുന്നു. വളരെ സ്ഥൂലതയിൽ അഭിരമിക്കുന്നവർ സൂക്ഷ്മതയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെയാവുകയോ അതിന് ശ്രമിക്കാതെ ഇരിക്കുകയോ ചെയ്യുന്നു. ഇവിടെയാണ് ഗുരു ജീവിതത്തെ എടുത്തിട്ട് അല്ലെങ്കിൽ ബോധത്തെ എടുത്തിട്ട് ബോധത്തിൻ്റെ സ്ഥൂലവും സൂക്ഷ്മവുമായ എല്ലാ സഞ്ചാരങ്ങളെയും സമഗ്രമായി അറിയാൻ ശ്രമിക്കുന്നത്. ആകവേ അറിയുക എന്ന് പറയുന്നത് ഒന്നിനെയും തള്ളുകയോ ഒന്നിനെയും കുറച്ച് കാണുകയോ ഗുരു ചെയ്യുന്നില്ല, ഒന്നിനെയും വലുതാക്കിയിട്ടും കാണുന്നില്ല. അപ്പോൾ സൂക്ഷ്മമായ അറിവുണ്ടായി എന്നതുകൊണ്ടൊരു സംഭവമൊന്നുമായി തീരുന്നില്ല. സ്ഥൂലതയിൽ അഭിരമിക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ എന്തോ മോശക്കാരായി പോകുന്നുമില്ല. സ്ഥൂലതയിലായാലും സൂക്ഷ്മതയിലായാലും എല്ലാ തരത്തിലുമുള്ള പ്രയത്നവും പ്രിയ വിഷയം പ്രതി ചെയ്തിടും പ്രയത്നം. നമുക്ക് പ്രിയം തോന്നുന്ന വിഷയങ്ങൾക്ക് പിന്നാലെയുള്ള ഐന്ദ്രികവും മാനസികവും ബുദ്ധിപരവുമായ നമ്മുടെ എല്ലാ സഞ്ചാരങ്ങളും നിയതവും ഇങ്ങനെ തന്നെ നിൽക്കയാലേ, എന്നും ഇങ്ങനെ ഒരു തരത്തിലുമുള്ള മുറിവുമില്ലാതെ എപ്പോഴും തുടരുന്നത് കൊണ്ട്. ഇന്നലെ നമ്മുടെ ഉറക്കം തീരെ ശരിയായില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ സുഖമായി ഉറങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്, സുഖമായ സ്വപ്നങ്ങൾ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്, സുഖമായ ഒരു ജാഗ്രത അനുഭവം ഉണ്ടാവണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള നമ്മുടെ ജാഗ്രതയിലായാലും സ്വപ്നത്തിലായാലും സുഷുപ്തിയിലായാലും നമ്മുടെ ബോധം അറിഞ്ഞോ അറിയാതെയോ നിരന്തരമായ പ്രയത്നത്തിലാണ് എന്തിൻ്റെ പ്രിയം, ആനന്ദം, സമാധാനം അനുഭവിക്കണം എന്നുള്ള നിരന്തരമായ പ്രയത്നത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ പ്രിയ വിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തോ കുറഞ്ഞതല്ല. നമ്മുടെ ഉള്ളിൽ സദാ നിറഞ്ഞു നിൽക്കുന്ന പ്രിയം ഉള്ളത് കൊണ്ടാണ് പ്രിയ വിഷയങ്ങളുടെ പിന്നാലെ നമ്മൾ പോകുന്നത്. പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിലുള്ള പ്രിയം മങ്ങിപ്പോയാൽ ഒന്നിൻ്റെ പിന്നാലെ ഓടാതെ അലസമായി വിരസമായി ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിന് നമ്മൾ അടിമകളായി പോകും. അപ്പോൾ വിഷയാസക്തി ഉണ്ടാകുന്നത് ഒരു മോശം കാര്യമല്ല. പക്ഷെ വിഷയാസക്തി ഉണ്ടാകുന്നത് തൻ്റെ ഉള്ളിൽ അത്രമാത്രം ജീവിതത്തിനോട് പ്രിയമുള്ളത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയാനാണ് ഗുരു പറയുന്നത്. ഇപ്പം വിഷയങ്ങളോട് താല്പര്യമുണ്ടാകുന്നത് അത് ഇന്ദ്രിയ വിഷയങ്ങളായിക്കൊള്ളട്ടെ, മാനസിക വിഷയങ്ങളായിക്കൊള്ളട്ടെ, ബുദ്ധിപരമായ അറിവ് തേടുന്നതായിക്കൊള്ളട്ടെ, അതിൻ്റെയൊക്കെ പിന്നിലിരിക്കുന്നത് തൻ്റെ ഉള്ളിലുള്ള പ്രിയത്തെ തൊടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ
തൻ്റെ ഉള്ളിൽ തന്നെയുള്ള പ്രിയം ഉണർന്നൊഴുകുന്നതാണ്. അതുകൊണ്ടാണ് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാവണം എന്ന് പറയുന്നത്. അപ്പോൾ കുറേ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഞാനീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദം, എൻ്റെ തന്നെ ഉള്ളിലുള്ള ആനന്ദത്തെയാണ് ഞാൻ വിഷയങ്ങളിൽ തേടുന്നത് എന്ന് മനസ്സിലാവുക. ആ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആനന്ദം, അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന പ്രിയം, ആ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന സമാധാനം, പ്രിയം അജം അവ്യയം അപ്രമേയം, അത് ജനിച്ചിട്ടില്ലാത്തതാണ്, അത് അവ്യയമാണ്, മാറ്റമോ നാശമോ ഇല്ലാത്തതാണ്, മാറ്റത്തിന് വിധേയമാവാത്തതാണ്, നശിക്കാത്തതാണ്, അപ്രമേയമാണ്, അതൊരു പ്രമേയമല്ല, അതൊരു വിഷയമല്ലാതെ ഇരിക്കുന്നതാണ്, അത് അദ്വയമാണ്, അത് രണ്ടായിട്ടിരിക്കുന്നതല്ല, അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും മുറിയാതെ തുടരുന്ന ശാന്തിയാണ്, സമാധാനമാണ്, സ്വസ്ഥതയാണ്. ആ സ്വസ്ഥതയാണ് പ്രിയ വിഷയങ്ങൾക്ക് പിന്നാലെ പായുന്നത്. അല്ലാണ്ട് അസ്വസ്ഥതയല്ല പ്രിയ വിഷയങ്ങൾക്ക് പിന്നാലെ പായുന്നത്. അവനവൻ തന്നെ അവനവനെയാണ് വിഷയങ്ങളിൽ കണ്ടിട്ടാണ് അതിലേക്ക് പോകുന്നത്. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. പ്രിയ വിഷയം പ്രതി ചെയ്തിടും പ്രയത്നം നിയതവും അങ്ങനെ തന്നെ നിൽക്കയാലേ പ്രിയം എന്ന് പറയുന്നത്. ഒരിക്കലും മുറിയാതെ നമ്മളുടെ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലുമെല്ലാം ആ പ്രിയ വിഷയങ്ങളെ പ്രതിയുള്ള നിരന്തരമായ പ്രയത്നം തുടരുന്നത് കൊണ്ട് ആ പ്രിയം എപ്പോഴെങ്കിലും ജനിച്ചതോ നിലനിൽക്കുന്നതോ ഇല്ലാതെയാകുന്നതോ അല്ല. അത് ഏകവും അദ്വയവും നിത്യവും അപ്രമേയവുമായിരിക്കുന്നതാണ്. അതാണ് ആനന്ദമായി നമ്മുടെ ഉള്ളിലിരിക്കുന്ന കരു എന്ന് ഗുരു പറയാൻ ശ്രമിക്കുന്നത്. ഇത് വളരെ ലൗകികമായിട്ടും ഭൗതികമായിട്ടും തന്നെ വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ. പ്രിയ വിഷയം പ്രതി ചെയ്തിടും പ്രയത്നം നിയതവുമിങ്ങനെ തന്നെ നിൽക്കയാലേ പ്രിയം അജം അവ്യയം അപ്രമേയം ഏകാദ്വയം ഇതുതാൻ സുഖമാർന്നു നിന്നിടുന്നു. വ്യയമണയാതെ വെളിക്കുവേല ചെയ്യും നിയമമിരിപ്പതുകൊണ്ട് നിത്യമാകും പ്രിയം അകമേ പിരിയാതെയുണ്ട്. ഒരു ഊനവും തട്ടാതെ, ഒരു തരത്തിലുമുള്ള അപക്ഷയമില്ലാതെ, എപ്പോഴും സദാ നമ്മുടെ ഉള്ളിൽ നിരന്തരമായി തുടർന്ന് നിൽക്കുന്ന ചോദനയാണ് സുഖം തേടിയുള്ള അന്വേഷണം എന്ന് പറയുന്നത്. എന്തൊക്കെ വഴിയിലാണ് നമ്മൾ അന്വേഷണം നടത്തുന്നത്? വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ തേടി, രുചികൾ തേടി, കാഴ്ചകൾ തേടി, കേൾവികൾ തേടി, സ്പർശങ്ങൾ തേടി, സുഗന്ധങ്ങൾ തേടി, വൈകാരികമായിട്ടുള്ള സ്നേഹവും കരുണയും ദയയും സഹാനുഭൂതിയും തേടി, ലൈംഗികതയെ തേടി, ബുദ്ധിപരമായിട്ട് ആരൊക്കെ എവിടെയൊക്കെ അറിവുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ടോ ആ എല്ലാ തരത്തിലുമുള്ള അറിവുകൾ തേടി നമ്മൾ നിരന്തരം യാതൊരു ക്ഷീണവുമില്ലാതെ മരിക്കുന്നത് വരെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ പോലും അതിന് ക്ഷീണമില്ല. നല്ലൊരു ഭക്ഷണം മാത്രം എടുക്കുക. എന്നെങ്കിലും നമുക്ക് ഭക്ഷണം കഴിച്ച് മടുക്കുമോ? വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ ഇങ്ങനെ രുചിച്ച് പോയിക്കൊണ്ടേയിരിക്കാൻ നമുക്ക് ആഗ്രഹമാണ്. ഒരു സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ വ്യത്യസ്തമായ രാഗങ്ങൾ, എത്ര രാഗങ്ങളിലൂടെ കടന്നു പോയാലും ആൾക്ക് തൃപ്തി വരില്ല. വീണ്ടും 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 അതിൽ തന്നെ അഭിരമിച്ചുകൊണ്ടിരിക്കും. സ്പർശം, എപ്പോഴെങ്കിലും ആർക്കെങ്കിലും സ്പർശത്തിൽ മടുപ്പ് വരുന്നുണ്ടോ? ഇല്ല, താൽക്കാലികമായി വരും. പക്ഷെ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ യാതൊരു ഊനവുമില്ലാതെ നിരന്തരം വെളിക്ക് പുറത്തേക്ക് നിരന്തരമായി സുഖാന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കുന്ന
ഒരു വ്യവസ്ഥ, ഒരു സത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതുകൊണ്ട് പ്രിയം എന്ന് പറയുന്നത് നിത്യമാണ്. ഇതിൻ്റെയൊക്കെ പിന്നിലേക്ക് പോയി അന്വേഷിക്കൂ എന്നല്ല ഗുരു പറയുന്നത്. നമ്മളിപ്പോൾ നിത്യമായിരിക്കുന്നത് ഒരു അന്വേഷണം നമ്മളിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അല്ലാതെ ഇതിനൊക്കെ വിട്ടിട്ട് നമ്മൾ പുറത്തു പോയിട്ടൊരു അന്വേഷണം നടത്തണമെന്നല്ല ഗുരു പറയും. നമ്മൾ നിത്യമായ ഒന്നിനു വേണ്ടി, നിത്യമായ ഒന്നിനെ നിലനിർത്താൻ വേണ്ടി നിരന്തരം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്, അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ആ ക്ഷീണ പ്രയത്നത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുന്നുമില്ല. വല്ല രോഗം വന്ന് കിടപ്പിലായാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം ഉണ്ടാവുള്ളൂ. അപ്പോഴും നമ്മൾ തീരുമാനിക്കുന്നത് ഇതിൽ നിന്ന് എണീറ്റിട്ട് വേണം നല്ലൊരു ഭക്ഷണം കഴിക്കാൻ, ഇതിൽ നിന്ന് എണീറ്റിട്ട് വേണം നല്ലൊരു യാത്ര പോകാൻ, ഇതിൽ നിന്ന് എണീറ്റിട്ട് വേണം നന്നായിട്ടൊരു സ്നേഹത്തിലാവാൻ, ഇതിൽ നിന്ന് എണീറ്റിട്ട് വേണം പലതരത്തിലുള്ള അറിവുകൾ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കാൻ. അപ്പോഴും ഉള്ളിൽ പ്രിയ വിഷയങ്ങൾക്കൊപ്പം പായാൻ വേണ്ടിയിട്ടുള്ള ത്വര താൽക്കാലികമായി മങ്ങിക്കിടക്കുന്നു എന്നേ ഉള്ളൂ, അവിടെ നിറഞ്ഞിരിപ്പുണ്ട്. അപ്പൊ അതൊരിക്കലും ഇല്ലാതെയാവുന്നില്ല. അതുകൊണ്ട് പ്രിയമെന്ന് പറയുന്നത് വെളിയിലേക്ക് നിരന്തരമായി പ്രിയമന്വേഷിച്ചു പോകുന്ന, സുഖമന്വേഷിച്ചു പോകുന്ന, സമാധാനം അന്വേഷിച്ചു പോകുന്ന പ്രിയം നമ്മുടെ ഉള്ളിൽ നിത്യമായി തുടരുന്നുണ്ട്. ആ നിത്യമായി തുടരുന്ന പ്രിയത്തിന് പറയുന്ന പേരാണ് ആത്മാനുഭവം. പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. അപ്പൊ അത്രയും ഉണർന്ന് ജാഗ്രത ആയിട്ടിരിക്കുന്ന, ഉണർവോടെ ഇരിക്കുന്ന, യാതൊരു തരത്തിലുമുള്ള ക്ഷീണവും ബാധിക്കാതിരിക്കുന്ന ഒരു സുഖാന്വേഷണം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ സുഖാന്വേഷണം തന്നെയാണ് ആനന്ദം എന്ന് പറയുന്നത്. കാരണം സുഖാന്വേഷണം നടത്തുന്നത് സുഖമാണ് എന്ന് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. എന്തോ ഒന്ന് സാക്ഷാത്കരിച്ചാലാണ് നമുക്ക് സുഖം കിട്ടുക എന്ന് പറയുന്ന നമ്മുടെ തെറ്റിദ്ധാരണയിൽ നിന്നാണ് നമുക്ക് മോക്ഷം കിട്ടേണ്ടത്. യാത്രികരെ ഏറ്റവും പ്രധാനമായിട്ട് പറയാറുള്ളൊരു കാര്യമുണ്ട്. യാത്രയുടെ ലക്ഷ്യം യാത്രയായിരിക്കണം. യാത്ര തന്നെയാണ് യാത്രയുടെ ലക്ഷ്യം, എത്തിച്ചേരുന്ന ഇടമല്ല. അപ്പോഴാണ് യാത്രയിലെ ഓരോ നിമിഷവും ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയുക. അല്ലാതെ ആ ഉച്ചിയിലെത്തിക്കഴിഞ്ഞിട്ട് വേണം എനിക്ക് സമാധാനിക്കാൻ എന്ന് തീരുമാനിച്ചാൽ അങ്ങനെയൊന്നുമില്ല. എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ബോധത്തില് നിത്യമായിരിക്കുന്ന ഒരു സമാധാനമാണ് സമാധാനത്തെ തേടുന്നത്. അപ്പൊ പ്രിയ വിഷയങ്ങളിൽ നിരന്തരമായി പ്രയത്നം നടത്തി വെളിക്ക് വേല ചെയ്യും, വെളിയിലേക്ക് നിരന്തരം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബോധം നിത്യമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ അന്വേഷണം നടത്തുന്നതൊക്കെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും അതതിൻ്റെ സുഖവിഷയങ്ങളിൽ എൻഗേജ്ഡ് ആക്കി നിർത്തിയാലേ ഈ പ്രിയത്തിൽ സ്വസ്ഥതയോടെ വർത്തിക്കാനാവൂ എന്നതുകൊണ്ടാണ്. അപ്പൊ ഈ ബാഹ്യമായ വിഷയങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള പ്രിയത്തെ അനുഭവിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായാണ് ഇരിക്കുന്നത്. അപ്പൊ ആനന്ദം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളതാണ്, പ്രിയം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളതാണ്, സ്വസ്ഥത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളതാണ്. ആ എപ്പോഴുമുള്ള, നിരന്തരം തുടരുന്ന, എപ്പോഴെങ്കിലും ജനിക്കുകയോ നിലനിൽക്കുകയോ ഇല്ലാതാവുകയോ ചെയ്യാത്ത നമ്മുടെ ഉള്ളിലുള്ള പ്രിയത്തെ സാക്ഷാത്കരിക്കാനുള്ള, അല്ലെങ്കിൽ അതിനെ നന്നായി ഒന്ന് അനുഭവിക്കാനുള്ള ഉപാധികൾ മാത്രമാണ്, ബാഹ്യലിംഗങ്ങൾ മാത്രമാണ് പുറത്തുള്ള വിഷയങ്ങളെല്ലാം എന്നാണ് ഗുരു പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തെ കുറച്ചും കൂടി ക്ലിയർ ആക്കി കാണിച്ചു തരുന്നു എന്നല്ലാതെ ഈ ജീവിതമൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഇനി എൻ്റെ പിന്നാലെ വരൂ എന്നൊന്നുമല്ല പറയുന്നത്. ഇനി ഇവിടെ ഈ ജീവിതമൊന്നും അല്ല ശരി, ഇതാ ഇതിൻ്റെയൊക്കെ പിന്നിലൊരു ഭയങ്കരമായ ആനന്ദവിരിപ്പുണ്ട് എന്നുമല്ല പറയുന്നത്. നമ്മളൊക്കെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉള്ള, ഈ പ്രപഞ്ചം ഉണ്ടായതല്ല, ഈ പ്രപഞ്ചം ഉള്ളതാണ് എന്ന് ശാസ്ത്രം പറയുന്നത് പോലെ സുഖാന്വേഷണത്വര നമ്മളിൽ ഉണ്ടായതല്ല, അത് എന്നും അവിടെ ഉള്ളതാണ്. പ്രിയം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായതല്ല, അവിടെ ഉള്ളതാണ്.
ആ ഉള്ള പ്രിയത്തെ വളരെ ആഴത്തിൽ അനുഭവിക്കാനുള്ള ഉപാധികളായി മാത്രമാണ് പ്രിയ വിഷയങ്ങൾ ഇരിക്കുന്നത്. അല്ലാതെ പ്രിയ വിഷയങ്ങളിലല്ല പ്രിയം ഇരിക്കുന്നത്. പ്രിയം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതിനെ നിലനിർത്താനും തുടരാനും വേണ്ടിയുള്ള ബാഹ്യലിംഗങ്ങൾ മാത്രമാണ് തനിക്ക് വെളിയിലുള്ള എല്ലാ വിഷയപ്രപഞ്ചവും എന്ന ഒരു വസ്തുനിഷ്ഠമായ സത്യദർശനമാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരു നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. വ്യയമണയാതെ വെളിക്കുവേല ചെയ്യും നിയമമിരിപ്പതുകൊണ്ട് നിത്യമാകും പ്രിയം. അകമേ പിരിയാതെയുണ്ട് ഇതിന്നീ ക്രിയ ഒരു കേവല ബാഹ്യലിംഗമാകും. അപ്പൊ നിത്യമായ ഒരു പ്രിയം നമ്മുടെ ബോധത്തിൽ ഒരിക്കലും അകലാതെ കൂടെ ഉണ്ട്. യാതൊരു ഊനവും തട്ടാതെ നിരന്തരമായി തുടരുന്ന, പുറത്തേക്ക് നിരന്തരമായി പ്രവഹിക്കുന്ന ഒരു പ്രിയം അകമേ തൻ്റെ കൂടെ ഒരിക്കലും അകന്നു പോവാതെ എപ്പോഴും കൂടെ തന്നെ വർത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ കാണുന്ന ക്രിയകളൊക്കെ ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയും ഒക്കെ പുറത്തേക്ക് നിരന്തരം അന്വേഷിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ക്രിയകളൊക്കെ കേവലം ബാഹ്യലിംഗം ആകും. ബാഹ്യമായ ഒരു ആവിഷ്കാരം മാത്രമാണ്. അതിലൂടെ ആ ലിംഗത്തെ ഉപാധിയാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രിയത്തെ അനുഭവിക്കുന്നത്. അതൊരു ചാനൽ മാത്രമാണ്. നമുക്കറിയാം, നമ്മൾ പുറത്തു പോകുന്നു, നമുക്കിഷ്ടപ്പെട്ട ഒരു സാധനം കാണുന്നു, നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു, നമ്മളത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു, പിന്നെ ആ ഭാഗത്തോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. നമ്മുടെ ഉള്ളിലുള്ള പ്രിയത്തെ അതൊന്ന് സജീവമായപ്പോൾ അതിനെ നമ്മൾ അനുഭവിച്ചതാണ് ആ പൂവിലൂടെ. ആ പൂവ് അല്ലെങ്കിൽ ആ ഒരു സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ അതിൽ നമ്മൾ ഒരു ആനന്ദവും കണ്ടെത്തുന്നില്ല. എത്രയോ സാധനങ്ങൾ വളരെ പ്രിയമുണർന്ന് വെളിയിലേക്ക് പോയി നാം അതാണ് തൻ്റെ ഉള്ളിൽ പ്രിയമായിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള എത്ര സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കാതിരിപ്പുണ്ട്. കേവലം ബാഹ്യലിംഗം മാത്രമാകും. അതിനെ ഒരു ഉപാധിയാക്കിക്കൊണ്ട് നാം നമ്മളിലെ ആനന്ദത്തെ അനുഭവിക്കണം. ഒരു സാധനം കണ്ടു, വാ എന്ത് രസം, ഉടനെ അത് വാങ്ങിച്ചു വണ്ടിയിലിട്ട് പിന്നെ ഭാഗത്തേക്കില്ല. തൻ്റെ ഉള്ളിലുള്ള പ്രിയത്തെ അനുഭവിക്കാൻ മുൻപിലുള്ള ഒരു കാഴ്ച ഒരു ഉപാധിയായി എന്ന് മാത്രമേ ഉള്ളൂ. അത് സ്വന്തമാക്കി വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രിയമൊന്നും കൂടിയിട്ടില്ല. കാരണം പുറത്തു നിന്നുള്ള ഒരു വിഷയവുമല്ല നമുക്ക് പ്രിയത്തെ തരുന്നത്. നമ്മളിൽ പ്രിയമുള്ളത് കൊണ്ട് ആ പ്രിയത്തെ ഉണർത്താൻ ഒരു ഉപാധിയായിട്ട് മാറുന്നു എന്ന് മാത്രം. ഒരു സാധനം കാണുമ്പോൾ ഒരാൾ നമ്മളെ സ്പർശിക്കുമ്പോൾ ആ സ്പർശമല്ല, നമ്മുടെ ഉള്ളിൽ പ്രിയം ഇരിക്കുന്നത് കൊണ്ട് ആ സ്പർശം നമ്മുടെ ഉള്ളിലെ പ്രിയത്തെ ഉണർത്തി എന്ന് മാത്രമേ ഉള്ളൂ. സ്പർശമല്ല പ്രിയം, അത് ഉള്ളിൽ എപ്പോഴും ഉള്ളതാണ്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞു വിളിക്കാറുണ്ട്. ആർക്കെങ്കിലും നമ്മളെ സ്നേഹിക്കാൻ പറ്റുമോ? ഒരാൾക്കും പറ്റില്ല. ഉപാധിയാവാനേ പറ്റൂ. ഒരാൾ നമ്മളെ നോക്കിയിട്ട് എന്തൊക്കെയുണ്ട് സുഹൃത്തെ വിശേഷം, സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള സുഖം അവിടെ സജീവമാകുമ്പോൾ നമ്മളങ്ങ് അയയാണ് ചെയ്യുന്നത്. ആ ആൾ ഒന്നും നമുക്ക് തന്നിട്ടില്ല. ആ ആളുടെ വാക്ക് കേവലം ബാഹ്യലിംഗം മാത്രമാണ്. അപ്പൊ നമ്മളിൽ തന്നെ ഇരിക്കുന്ന ഒരു പ്രിയത്തെ, ഒരു സമാധാനത്തെയാണ് നമ്മൾ കെട്ടിപ്പൂട്ടി ഇരുട്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആരോ വന്ന് തൊടാൻ. അതവിടെ ഉള്ളതാണ്. അപ്പൊ ആരോ എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇരുളാർന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. ആരും നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, നമ്മൾ നമ്മളുടെ സ്നേഹത്തെ അറിയാത്തത് കൊണ്ടാണ്. എൻ്റെ തന്നെ ഉള്ളിൽ ഒരു സ്നേഹം മയങ്ങിക്കിടപ്പുണ്ട്. പലതരത്തിലുള്ള കാർമേഘങ്ങൾ കൊണ്ട് ഞാനത് മൂടി വെച്ചിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവേണ്ടത് എപ്പോഴാണ്?
ഒരാൾ വന്ന് നമ്മൾ തൊടുമ്പോൾ ഒരൊറ്റണീക്കുമ്പോൾ കൊള്ളാലോ, എന്തൊരു സമാധാനം. ഇവിടെ നമ്മൾ പറയും, എന്തിനാ ഞാൻ വെറുതെ ഇത്രയും നേരം അവിടെ കിടന്ന് ഉറങ്ങിയിരുന്നത്, ഇത്രയും നേരം ആലസ്യമാർന്നിരുന്നത്. അയാൾ വന്ന് എന്നെ ഒന്ന് തൊട്ടപ്പോൾ, ഒരു വാക്ക് കൊണ്ട്, ഒരു സ്പർശം കൊണ്ട്, ഒരു സാന്നിധ്യം കൊണ്ട് സ്പർശിച്ചപ്പോൾ എൻ്റെ ഉള്ളുണർന്നു. ആ ആളൊന്നും നമുക്ക് പകർന്നു തന്നിട്ടില്ല. ആ ആൾ ഒരു ബാഹ്യലിംഗമായി വർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഉണർവ് അതവിടെ ഉള്ളതാണ്. നമ്മൾ രാവിലെ എണീറ്റ് മുഖം കഴുകുമ്പോൾ, മുഖത്തിൽ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ശരീരം മുഴുവൻ ഉണരും. വെള്ളം ഒരു ഉപാധിയായി മാത്രമേ, നമ്മുടെ ഉണർവ് വെള്ളമല്ല. നമ്മളിലുള്ള ഉണർവിനെ ഉണർത്താൻ കേവലം ബാഹ്യലിംഗമായും വർത്തിച്ചു ക്രിയ, ആ വെള്ളം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. നമ്മളെ വെള്ളം എടുത്ത് നമ്മളുടെ മുഖത്തേക്ക് ഒഴിച്ചത് വെള്ളത്തിൽ ഉണർവിരിക്കുന്നത് കൊണ്ടല്ല. ആ ക്രിയ തൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണർവായിട്ടിരിക്കുന്നതിനെ അനുഭവിപ്പിക്കാൻ സഹായിക്കുമെന്നതുകൊണ്ട് മാത്രം. അതുകൊണ്ട് വെള്ളത്തിൽ ഉണർവ് തേടരുത്, സ്നേഹത്തിൽ ഉണർവ് തേടരുത്. ആരെങ്കിലും നമ്മളെ സ്നേഹിക്കുമ്പോൾ, ഇത്രയും ആളുകൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ സ്നേഹം അനുഭവിക്കുന്നത്, ആ സ്നേഹം പുറത്തു നിന്ന് അകത്തേക്ക് ഒഴുകി വരുന്നതല്ല, അകത്തുള്ളത് സജീവമാകുന്നതാണ്. അപ്പം എൻ്റെ അകത്ത് പ്രിയമുണ്ട്, സ്നേഹമുണ്ട്, ഉണർവുണ്ട് എന്നുള്ള അറിവ് നമുക്കുണ്ടാവണം. അതില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇരുളാർന്നിരുന്നു പോകുന്നത്. അതിനാണ് ഇവർ മായ എന്ന് പറയുന്നത്. ഉള്ളതിനെ കൃത്യമായി കാണാതെയും അറിയാതെയും ഇരിക്കുന്നതാണ് മായ. അല്ലാണ്ട് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട് ഇതൊന്നും ഇല്ലാത്തതാണെന്ന് പറയുന്നതല്ല. അപ്പൊ നമ്മൾ ആലസ്യത്തിലും ഇരുട്ടിലും വീണിരിക്കുന്നത് അറിവില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ പ്രിയമാർന്നിരിക്കുന്നവരാണ്, നമ്മൾ സ്വയം സന്തോഷമാർന്നിരിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ സന്തോഷിക്കില്ല, അത് നമ്മൾ കാണില്ല. നമ്മൾ ഈ കണ്ണടയൊക്കെ തലയുടെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ണട തേടി നടക്കുന്നത് പോലെയാണ്. ഞാനിടയ്ക്ക് തോർത്ത് തലയിൽ കെട്ടിയിട്ട് കുളിക്കാൻ വേണ്ടി തോർത്ത് മുഴുവൻ തപ്പി നടക്കാറുണ്ട് ഇവിടെ. ഇത് മറന്നു പോകും കുറച്ച് കഴിയുമ്പോൾ. പുറത്ത് എവിടെയാണ് എൻ്റെ തോർത്തെന്ന് തേടി നടക്കും. ഇതേ അവസ്ഥയാണ് നമ്മളുടെ ജീവിതത്തിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് ഗുരു ഈ ശ്ലോകങ്ങൾ നമ്മളോട് പറയുന്നത്. പ്രിയ വിഷയം പ്രതി ചെയ്തിടും പ്രയത്നം നിയതവുമങ്ങനെ തന്നെ നിൽക്കയാലേ പ്രിയമജമവ്യയം അപ്രമേയം ഏകാദ്വയം ഇതുതാൻ സുഖമാർന്നു നിന്നിടുന്നു. വ്യയമണയാതെ വെളിക്കുവേല ചെയ്യും നിയമമിരിപ്പതുകൊണ്ട് നിത്യമാകും പ്രിയം. അകമേ പിരിയാതെയുണ്ട്, അകമേ പിരിയാതെയുണ്ട്, അകമേ പിരിയാതെയുണ്ട്. ഇതിന് ഈ ക്രിയ ഒരു കേവല ബാഹ്യലിംഗമാകും.